അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള വിശ്വാസിനികളെ, മുസ്ലിം സഹോദരി സഹോദരന്മാരെ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും നമ്മളിൽ ഏവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ പുണ്യദിനരാത്രങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു കിട്ടാൻ അള്ളാഹുവിനോട് മനമുരുകി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, കഴിവിൻ്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ. മാനവ സമൂഹത്തിന്റെ വഴികാട്ടിയായി, ജീവിതരേഖയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിന്റെ അവതരണം നടന്നത് പരിശുദ്ധ റമദാനിലാണ്. ഈ പുണ്യമാസത്തിൽ തന്നെയാണ് ഹിജറ 2-ാം വർഷം വളരെ പ്രസിദ്ധമായ യുദ്ധമായ ബദർ യുദ്ധം നടക്കുന്നത് റമദാൻ 17-ന്. ആ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പരാമർശങ്ങൾ, ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. 3-ാം അധ്യായം സൂറ ആൽ ഇമ്രാനിന്റെ 13-ാമത്തെ വചനത്തിൽ ആ യുദ്ധത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സ്വാർ എന്നാണ്. തീർച്ചയായും കണ്ണുള്ള ആളുകൾക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് ആ യുദ്ധത്തിൽ ധാരാളം ഗുണപാഠങ്ങളുണ്ട്, ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചു. തന്റെ ദൗത്യ നിർവഹണവുമായി അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോകുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് വെച്ച മഹിതമായ ആശയങ്ങളെ, ആദർശങ്ങളെ ആളുകൾ ഏറ്റെടുത്തു തുടങ്ങി. ഇസ്ലാമിന്റെ വളർച്ച കണ്ട ഇസ്ലാമിന് എതിരാളികളായ ആളുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും ആ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പല തന്ത്രങ്ങളും പ്രയോഗിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പരിഹാസമായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാഹിർ എന്ന് വിളിച്ചു, ജ്യോത്സ്യൻ എന്ന് വിളിച്ചു, സാഹിർ എന്ന് വിളിച്ചു, സിഹറുകാരനാണെന്ന് പറഞ്ഞു, മസ്ഹൂർ സിഹർ ബാധയേറ്റവനാണെന്ന് പറഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മജ്നൂൻ എന്ന് വിളിച്ചു, ഭ്രാന്തനാണെന്ന് പറഞ്ഞു. ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാനസികമായി തളർത്താൻ വേണ്ടി പല തരത്തിലുള്ള പരിഹാസ പേരുകളും ഇസ്ലാമിന് എതിരാളികളായ ആളുകൾ പറയുകയാണ്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും പരീക്ഷണങ്ങൾ നൽകുമ്പോൾ ആ പരീക്ഷണ ഘട്ടങ്ങളെ ആഘോഷമാക്കി മാറ്റുമായിരുന്നു ഇസ്ലാമിന് എതിരാളികളായ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളയ മകൻ ഇബ്രാഹിം എന്ന് പറയുന്ന കുഞ്ഞ്, 18 മാസം മാത്രം പ്രായമായ കുഞ്ഞ് മരണപ്പെട്ട് കിടക്കുമ്പോൾ തൊട്ടടുത്തുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനായ അബൂ ലഹബ് ഉറക്കെ വിളിച്ചു പറയുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിക്കാൻ, ബത്തിറ മുഹമ്മദുൻ അല്ലൈല, ഇന്നത്തെ രാത്രിയിൽ മുഹമ്മദ് ഇദാ വാലറ്റവനായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇനി പിന്തുടർച്ചയില്ല, ഇതോടുകൂടി മുഹമ്മദിന്റെ മരണത്തോടുകൂടി മുഹമ്മദിന്റെ പരമ്പര അവസാനിക്കാൻ പോവുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കേണ്ട ചുമതലയുള്ള ഉപ്പയുടെ സഹോദരനായ അബൂ ലഹബ് പ്രവാചകനെതിരെ ആ രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പറയുകയാണ്. ആ മരണ സന്ദർഭത്തെ പോലും അവർ ആഘോഷമാക്കി മാറ്റുകയാണ്. പക്ഷെ ഇങ്ങനെയുള്ള നിരന്തരമായ പരിഹാസങ്ങൾ നടത്തിയിട്ടും പ്രബോധന പ്രവർത്തനത്തിൽ നിന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പിന്മാറുന്നില്ല. ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇസ്ലാമിലേക്ക് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ബോധ്യമായ ഇസ്ലാമിന് എതിരാളികളായ ആളുകൾ 2ാമത്തെ മാർഗം സ്വീകരിക്കുകയാണ്. അഥവാ മർദ്ദിക്കുക, ബഹിഷ്കരിക്കുക, അവരെ പീഡിപ്പിക്കുക എന്നതായിരുന്നു 2ാമത്തെ അവരുടെ തന്ത്രം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺമുന്നിൽ വെച്ച് പ്രവാചകന്റെ പല അനുചരന്മാരെയും അതിക്രൂരമായി മർദ്ദിച്ചു, പലരെയും അതിക്രൂരമായി കൊലപ്പെടുത്തി. യാസിർ കുടുംബത്തെ ഒന്നടങ്കം അതിക്രൂരമായി മർദ്ദിക്കുന്ന ദയനീയമായ കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന സമയത്ത് നിറക്കണ്ണുകളോടെ ദൂരെ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, സുബ്രൻ യാ ആലി യാസിർ, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കൂ, ഫഇന്ന മൗഇദകുമുൽ ജന്ന, തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത് സ്വർഗ്ഗമാണ്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ വിവസ്ത്രനാക്കി
കൈകാലുകളിൽ കയറുകൾ കൊണ്ട് ബന്ധിച്ച് വലിയ പാറക്കല്ലുകൾ ശരീരത്തിൽ കയറ്റി വെച്ച് വലിച്ചടച്ച് വലിയ വേദനകളും മർദ്ദനങ്ങളും ഇസ്ലാമിന് എതിരാളികൾ, അങ്ങനെ ഒട്ടനവധി പീഡനങ്ങളും മർദ്ദനങ്ങളും ഇസ്ലാമിന് എതിരാളികളായ ആളുകൾ അഴിച്ചുവിട്ടു. പക്ഷേ ഇങ്ങനെയുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളും അവർ അഴിച്ചുവിടുമ്പോഴും അവർ തൗഹീദി രംഗത്ത് അടിയുറച്ച് നിലകൊള്ളുകയാണ്. വീണ്ടും ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവർ തീരുമാനിക്കുന്നു, ഈ സംഘത്തെ ഒന്നുകിൽ നാടുകടത്തണം, അല്ലെങ്കിൽ തടവറയിലാക്കണം, അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യണം, കൊന്നുകളയണം. ഇതല്ലാതെ ഇനി നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല എന്ന് അവർ തീരുമാനിക്കുകയാണ്, പ്ലാൻ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്ലാനിങ്ങുകളെ വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. പിറന്ന നാട് ഉപേക്ഷിച്ചുകൊണ്ട്, വീടും നാടും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, ഉടുത്ത വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. അങ്ങനെ മദീനയിലേക്ക് പ്രവാചകന് വിശ്വാസികളായ ആളുകളും സ്വഹാബത്തും എത്തിപ്പെടുന്നു. പക്ഷേ ഹിജ്റ പോയി 2-ാം വർഷം വീണ്ടും അവർ പ്ലാൻ ചെയ്യുകയാണ്. മദീനയുടെ മണ്ണിലേക്ക് കടന്നു ചെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരെയും ഉന്മൂലനം ചെയ്യണം, അവരെ വളരാൻ അനുവദിച്ചുകൂടാ, ഒരെണ്ണം പോലും ബാക്കിയാകാത്ത രൂപത്തിൽ എല്ലാവരെയും കൊന്നുകളയുക എന്ന തീരുമാനം അവർ എടുക്കുകയാണ്. അതിന് വലിയ സാമ്പത്തിക സമാഹരണം ആവശ്യമാണ്. അതിനവർ സ്വീകരിച്ച ഒരു മാർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഉപേക്ഷിച്ചു പോയ, മക്കയിൽ ഉപേക്ഷിച്ചു പോയ സ്വത്തുക്കളെല്ലാം കൊണ്ടുപോയി സിറിയയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ഭീമമായ തുക കൊണ്ട് വൻ സൈന്യത്തെ സജ്ജമാക്കുക, ആയുധങ്ങൾ റെഡിയാക്കുക, എന്നിട്ട് മദീനയിലേക്ക് കടന്നു ചെന്ന് എല്ലാവരെയും കൊന്നുകളയുക എന്നതായിരുന്നു അവരുടെ തന്ത്രം. ഈ വിവരം പറഞ്ഞ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അബൂജഹലും കൂട്ടരും പറഞ്ഞയച്ചപ്പോൾ വഴിയിൽ വെച്ച് അവരെ തടയുവാനും യുദ്ധം ഉദ്ദേശിച്ചുകൊണ്ടല്ല, നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് ആ മാർഗത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 300 ചില്ലാനം സ്വഹാബത്തും വിഷം തൊട്ടിയ വയറുമായി നോമ്പുകാരായിരിക്കെ അവർ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അബൂജഹലും കൂട്ടരും ഈ വിവരം അറിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എന്ന വിവരം പറയുകയും 1000-ഓളം വരുന്ന സർവായുധ സജ്ജരായ ഒരു വലിയ സൈന്യത്തെ തയ്യാറാക്കി അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം ഇവരെ ലക്ഷ്യമാക്കി കൊണ്ടുവരികയാണ്. ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് 2 സംഘവും കണ്ടുമുട്ടുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുവരെയും നീണ്ട 13 വർഷക്കാലം ഒരുപാട് കൊടിയ മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയെങ്കിലും മറുത്തു തുറിച്ചൊരു നോട്ടം പോലും നോക്കാത്ത, ഒരു മണ്ണുവാരി എറിയാനുള്ള അനുവാദം പോലും ഇല്ലാത്ത പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചടിക്കാനുള്ള, പ്രതിരോധിക്കാനുള്ള ആദ്യത്തെ അനുവാദം നൽകുകയാണ്. 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ 39-ാമത്തെ ആയത്ത് പ്രവാചകനും സ്വഹാബത്തും എതിരാളികളായ ആളുകളെ അബൂജഹലിനെയും കൂട്ടരെയും ബദറിന്റെ മണ്ണിൽ വെച്ച് കണ്ടുമുട്ടുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കുന്നത്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു. യുദ്ധത്തിന് ഇരകളായ ആളുകൾക്ക് തിരിച്ചടിക്കാൻ അല്ലാഹു ഇതാ അനുവാദം നൽകിയിരിക്കുകയാണ്. എന്തേ കാരണം? ബിഅന്നഹും ദുലിമു, അവർ അക്രമത്തിന് ഇരകളാണ്, നിരന്തരമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് അവർ. വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, തീർച്ചയായും ആ സംഘത്തെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ് റബ്ബ്. എന്തുകൊണ്ടാണ് അവരെ ആ ഇസ്ലാമിന് എതിരാളികളായ ആളുകൾ പിറന്ന നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചത്? അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്, അന്യായമായി സ്വന്തം ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാകുന്നു അവർ. എന്തിന്റെ പേരിൽ? ഇല്ലാ അയ്യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം. ഞങ്ങൾ അല്ലാഹനെ മാത്രമേ ആരാധിക്കൂ, അവരെ മാത്രം നിങ്ങൾ ആരാധിക്കണമെങ്കിൽ നിങ്ങൾക്കും രക്ഷപ്പെടാം. ഈ കാര്യം പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഈ പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ അവർ കേൾക്കേണ്ടി വന്നത്. ഈ ആയത്ത് ഇറങ്ങിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, സ്വഹാബ, ഇങ്ങനെ അല്ലാഹുവിന് അനുവാദമുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? മഹാനായ സ്വഹാബി മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. എന്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുയായികൾ അത്തരത്തിലുള്ള സന്ദർഭത്തിൽ പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹഉനാ ഖാഇദുൻ, നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങളുടെ ഇരുന്നു കൊള്ളാം. അങ്ങനെ ഞങ്ങൾ പറയില്ല പ്രവാചകരെ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നടുക്കടലിലേക്ക് എടുത്തു ചാടാനാണ് പ്രവാചകരെ താങ്കൾ ആവശ്യപ്പെടുന്നതെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. ജീവൻ ദൈവമാർഗത്തിൽ അള്ളാന്റെ ആദർശത്തിനു വേണ്ടി, ദീനിനു വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് നൽകുകയാണ്. ശക്തമായ പോരാട്ടം നടക്കുകയാണ്. ഇസ്ലാമിന് എതിരാളികളായ ആളുകളുടെ കയ്യിൽ 700 കുതിരകളുണ്ട്, 700 ഒട്ടകങ്ങളുണ്ട്, 200 കുതിരകളുണ്ട്.
എന്നാൽ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും കയ്യിൽ 2 കുതിരകളും അതുപോലെ തന്നെ 70 ഒട്ടകങ്ങളുമാണുള്ളത്. ഒരാൾക്ക് 3 ആളുകൾക്ക് ഒരു ഒട്ടകം എന്ന നിലക്കാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ഒട്ടകത്തെ ഉപയോഗിച്ചത്. എന്നാൽ എതിരാളികളായ ആളുകൾക്ക് ഓരോ ആളുകൾക്കും ഒരു കുതിരയോ അല്ലെങ്കിൽ ഒരു ഒട്ടകമോ ഉള്ള രൂപത്തിലാണ്. സർവായുധ സജ്ജരായ വൻ സൈന്യത്തോടാണ് വിശ്വാസികളായ ആളുകൾക്ക് ഏറ്റുമുട്ടാനുള്ളത്. ബദറിന്റെ മണ്ണിൽ അതിശക്തമായ പോരാട്ടം നടക്കുകയാണ്. വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് 14 പേർ ശുഹദാക്കളാകുമ്പോൾ എതിരാളികളായ ആളുകളുടെ ഭാഗത്തു നിന്നും 70 പേർ കൊല്ലപ്പെടുകയാണ്. അതുപോലെ തന്നെ 70 പേർ പിടിക്കപ്പെടുകയാണ്. ബാക്കിയുള്ള 100 കണക്കിന് ആളുകൾ ഈ കൊച്ചു സംഘത്തെ ഭയന്നുകൊണ്ട് ഛിന്ന ഭിന്നമായി അവർ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. എങ്ങനെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും വിജയിക്കാൻ സാധ്യമായി തീർന്നത്? ഖുർആൻ പഠിപ്പിക്കുകയാണ്. 3-ാം അധ്യായം സൂറ ആലു ഇംറാന്റെ 123-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വലഖദ് നസ്റകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ ഒരു കൊച്ചു സംഘമായിട്ട് പോലും ന്യൂനപക്ഷമായിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ വെച്ച് നിങ്ങളെ സഹായിച്ചില്ലേ? അല്ലാഹുവിന്റെ സഹായം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സംഘത്തിനുമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. എന്തെല്ലാം സഹായങ്ങളാണ് അല്ലാഹു നൽകിയത് എന്നും ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ സഹായം, വിശ്വാസികളുടെ ഭാഗത്തേക്ക് 1000-ഓളം വരുന്ന മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുകയാണ്. 8-ാം അധ്യായത്തിന്റെ 9-ാം സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം, അന്നീ മുമിദ് ഫസ്തജാബ ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകിയില്ലേ? അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, 1000-ഓളം വരുന്ന മലക്കുകളെ നിങ്ങളിലേക്ക് ഇറക്കി തന്നാൽ നിങ്ങൾക്ക് മതി വരുമോ എന്ന ഇജാബത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകുന്നത്. രണ്ടാമത്തെ അനുഗ്രഹം, രണ്ടാമത്തെ സഹായം, യുദ്ധം തുടങ്ങുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു ഒരു മയക്കം നൽകുകയാണ്. ഇത് യുവശീകുമുൻ നുആസ അമനതം മിൻഹു, നാം നിങ്ങളെ നിദ്രാമയക്കം കൊണ്ട് ആവരണം ചെയ്തു. തളർന്നവശരായി നിൽക്കുന്ന, വിഷം തൊട്ടിയ വയറുമായി നിൽക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് അല്പസമയം അല്ലാഹു ഒരു മയക്കം നൽകുകയാണ്. ആ മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോ വിശ്വാസികൾക്ക് പ്രത്യേകമായ ഉണർവുണ്ടാകുകയാണ്, ഒരാവേശം ഉണ്ടാകുകയാണ്. മാത്രമല്ല വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅ, വാനലോകത്ത് നിന്ന് അനുഗ്രഹത്തിന്റെ മഴ അല്ലാഹു വർഷിപ്പിക്കുകയാണ്. ആ മഴ കിട്ടുമ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് വീണ്ടും ഉന്മേഷം വർദ്ധിക്കുകയാണ്. എന്നാൽ വിശ്വാസികളായ ആളുകൾ ഒരു ഉയർന്ന പ്രതലത്തിലാണ് നിൽക്കുന്നത്. അവിടെ പെയ്ത മഴ വെള്ളമെല്ലാം അബൂജഹലും കൂട്ടരും നിൽക്കുന്ന താഴ്ഭാഗത്തേക്ക് ഒഴുകി പോകുകയാണ്. അവർ നിൽക്കുന്ന ഭാഗം ചതുപ്പ് നിലമായി മാറുന്നു. അവർക്ക് യുദ്ധത്തിന് പ്രതികൂലമായ സ്ഥലമായി അത് മാറുമ്പോൾ ഈ മഴ മുഖേന വിശ്വാസികളായ ആളുകളുടെ കാൽപാദങ്ങളെ ഉറപ്പിക്കുവാനും അവർക്ക് ഉന്മേഷം ലഭിക്കുവാനും അത് കാരണമായി തീരുകയാണ്. മാത്രമല്ല വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധൈര്യം നൽകുകയും അവിശ്വാസികളായ ആളുകളുടെ ഹൃദയത്തിൽ ഭയത്തെ അല്ലാഹു വിട്ടുകൊടുക്കുകയും ചെയ്തു. അതും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ, സത്യനിഷേധികളായ ആളുകളുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയത്തെ ഇട്ടുകൊടുക്കുകയാണ്. മാത്രമല്ല യറൗനഹു മിസ്ലൈഹിം റഅയൽ ഐൻ, ശത്രു സംഘത്തിന്റെ ദൃഷ്ടിയിൽ തങ്ങളെക്കാൾ എതിരാളികളായ ആളുകൾ 2 ഇരട്ടിയുണ്ട് എന്ന് അല്ലാഹു തോന്നിപ്പിച്ചു എന്നാണ്. ഇവിടെ 300 ചില്ലാനം ആളുകളെ ഉള്ളൂ, അവരെക്കാൾ 3 ഇരട്ടി അവിടെയാണുള്ളത്. പക്ഷേ 1000-ഓളം വരുന്ന ആ സൈന്യം വിശ്വാസികളുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ കണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കാൾ 2 ഇരട്ടി ഇപ്പുറത്തുണ്ട് എന്ന് തോന്നിപ്പിക്കുകയാണ്. അവിടെ ഹൃദയത്തിൽ ഭയം കൊടുങ്ങുകയാണ്. വിശ്വാസികൾക്ക് അല്ലാഹു ധൈര്യം നൽകുകയാണ്. അല്ലാഹു തവക്കുലാക്കിക്കൊണ്ട് വിശ്വാസികൾ പോരാടുന്നു. അല്ലാഹുവിന്റെ അപാരമായ സഹായത്തോടെ അവിടെ വിശ്വാസികൾ വിജയിക്കുകയാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് 2 വിഭാഗത്തിന്റെയും ലീഡർമാർ, 2 വിഭാഗത്തിന്റെയും നേതാക്കന്മാർ അല്ലാഹുവിനോടാണ് തേടിയത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധഭൂമിയുടെ ഒരു മൂലയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസ്വാബ, അല്ലാഹുവേ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും ഇവിടെ വെച്ച് നീ നശിപ്പിച്ചു കളഞ്ഞാൽ ലാ തുഅബദ ഫിൽ അർള്, നിനക്ക് മാത്രം ഇബാദത്ത് അർപ്പിക്കാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടാവുകയില്ല റബ്ബേ, അതുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണമേ. എന്നാൽ ഈ ആദർശത്തെ, ഈ തൗഹീദുള്ള ആളുകളെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട അബൂജഹൽ അവനതാ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അൻസുർ അലൽ ജുന്ദൈൻ, അല്ലാഹുവേ ഏറ്റുമുട്ടാനിരിക്കുന്ന ഈ 2 സൈന്യങ്ങളിൽ ഏറ്റവും ഉന്നതമായ സൈന്യത്തെ നീ വിജയിപ്പിക്കണമേ, നീ സഹായിക്കണമേ. വ അക്രിമുൽ ഫിയതൈൻ, ഏറ്റവും ആദരണീയമായ വിഭാഗത്തെയും നീ സഹായിക്കണമേ. വ ഖൈറുൽ ഖബീലതൈൻ, ഏറ്റുമുട്ടാനിരിക്കുന്ന ഈ 2 ഗോത്രങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഗോത്രത്തെ അല്ലാഹുവേ നീ സഹായിക്കണമേ. 2 ലീഡർമാരും ദുആ ചെയ്തത് റബ്ബിനോടാണ്. പക്ഷെ ആരുടെ പ്രാർത്ഥനയാണ് അല്ലാഹു പരിഗണിച്ചത്?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ് അല്ലാഹു പരിഗണിച്ചത്. അബൂജഹലിന്റെ പ്രാർത്ഥനയെ അല്ലാഹു അവഗണിച്ചു. രണ്ട് വിഭാഗവും പ്രാർത്ഥിച്ചത് റബ്ബിനോട്. പക്ഷേ ഒരു വിഭാഗത്തിന്റെ പ്രാർത്ഥന അല്ലാഹു തള്ളിക്കളയാനുള്ള കാരണം അവർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹുവിനോട് മാത്രം തേടും. അല്ലാത്ത ഘട്ടങ്ങളിൽ മരിച്ചുപോയ മഹാന്മാരായ ആളുകളോടും അമ്പിയാക്കന്മാരോടും ശൈഖന്മാരോടും ജിന്നുകളോടും മലക്കുകളോടും ഒക്കെ പ്രാർത്ഥിക്കുകയും സഹായാർത്ഥനയും നടത്തിയത് കൊണ്ടാണ് അവരുടെ പ്രാർത്ഥനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളി മാറ്റിയത്, അവഗണിച്ചു കളഞ്ഞത്. മക്കം ഫതഹിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബക്കകത്ത് അവർ സ്ഥാപിച്ച വിഗ്രഹങ്ങളെല്ലാം തകർത്ത് കളഞ്ഞപ്പോൾ അതിൽ പ്രധാനപ്പെട്ട രണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും, അഥവാ അമ്പിയാക്കന്മാരടക്കമുള്ള പുണ്യ പുരുഷന്മാരോടാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ അല്ലാഹുവിനു പുറമെ തേടിയിരുന്നത്. അതുകൊണ്ടാണ് അവർ ശാശ്വത നരകാവകാശികളാണ് എന്നും അവർ അള്ളാഹുവിന്റെ ശാപകോപതാപങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടവരാണെന്നും ഖുർആൻ പഠിപ്പിക്കാനുള്ള കാരണം, ഇസ്ലാം വിശദീകരിക്കാനുള്ള കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബിനോട് മാത്രം തേടുന്നവരാണോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കും. അവിടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകും എന്നതാണ്. എന്നാൽ ഈ ബദരീകളുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ അവർ പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങിയത്, ആ ആദർശത്തിന് വിരുദ്ധമായ ആശയങ്ങൾ ബദരീങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി പണിതിട്ടുള്ള പള്ളികളിലൂടെ പോലും ബദരീങ്ങളോട് വിളിച്ചു തേടാനുള്ള ആഹ്വാനങ്ങളാണ് പരിശുദ്ധ റമദാനിൽ പോലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യം നീങ്ങിക്കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ രോഗം മാറാൻ വേണ്ടി, സുഖപ്രസവത്തിനു വേണ്ടിയൊക്കെയാണ് ബദർ മാലയും ബദർ മൗലിദും ഒക്കെ ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, ദീർഘായുസിനു വേണ്ടിയാണ് അവരത് ചൊല്ലുന്നത് എങ്കിൽ ബദറിൽ ഷഹീദായ ശുഹദാക്കളിൽ 14കാരുണ്ട്, 15കാരുണ്ട്, 16കാരുണ്ട്, 20 വയസ്സ് പ്രായമായ കൗമാരക്കാരായ ആളുകൾ, വളരെ പ്രായം കുറഞ്ഞ അവസ്ഥയിൽ പരലോകത്തേക്ക് യാത്രയായ ശുഹദാക്കളായ ബദരീകളായിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ പ്ലേഗ് രോഗം ബാധിച്ച് മരണപ്പെട്ട ബദരീകളായ ആളുകളുണ്ട്. കടബാധിതരായി ആരടി മണ്ണിലേക്ക് യാത്രയാക്കപ്പെട്ട ബദരീകളുണ്ട്. ബദരീകളുടെ നേതാവാണ് പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ തന്റെ പടയങ്കി ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബദരീകളുടെ ലീഡറായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയങ്കി പണയത്തിലായിരുന്നു. ബദരീകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനിയായ ഒരു സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് കടബാധിതനായിട്ടാണ് വഫാത്താകുന്നത്. ആ സമയത്ത് കൂടെയുള്ള ആളുകളോട്, തന്റെ കുടുംബാംഗങ്ങളോട്, മക്കളോട് ഉമർ റളിയല്ലാഹു നൽകിയ വസിയത്ത്, നമ്മുടെ കുഞ്ഞു കുടിലുണ്ടല്ലോ, ചെറിയ വീടുണ്ടല്ലോ, അത് വിൽപ്പന നടത്തിയിട്ട് വാപ്പയുടെ കടം വീട്ടണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു വസിയത്ത് നൽകുകയാണ്. കടബാധിതരായി മരണപ്പെട്ട സ്വഹാബത്ത്, അതുപോലെ വലിയ സമ്പന്നതയിൽ ജീവിച്ചിരുന്ന സ്വഹാബിമാർ, കഫം പുടവ പോലും തികയാത്ത അവസ്ഥയിൽ പരലോകത്തേക്ക് യാത്രയായ സ്വഹാബിമാരുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെ, മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അവരുടെ ശരീരത്തിൽ അവർ ധരിച്ചിരുന്ന വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യുമ്പോൾ തലഭാഗം മറച്ചാൽ കാൽഭാഗം കാണുകയാണ്, കാൽഭാഗം മറച്ചാൽ തലഭാഗം വെളിവാകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്വ നൽകിയത്, തലഭാഗം നിങ്ങൾ മറക്കുക, തലഭാഗം ആ തുണി കൊണ്ട് നിങ്ങൾ കഫൻ ചെയ്യുക, കാൽഭാഗം പുല്ലും ഇലയും വെച്ചുകൊണ്ട് നിങ്ങൾ കഫൻ ചെയ്യുക എന്നാണ് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ പരമദരിദ്രരായി കഫം പുടവ പോലും സ്വന്തമായിട്ടില്ലാത്ത അവസ്ഥയിൽ ആറടി മണ്ണിലേക്ക് യാത്രയായ ബദരീകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ബദരീകളുടെ പേരെടുത്ത് വിളിച്ചു പറഞ്ഞാൽ, ആ ബദരീകളെ വിളിച്ച് സഹായം തേടിയാൽ, അവരുടെ പേരുകൾ 313 പേരുകൾ ഇങ്ങനെ ആവർത്തിച്ചു ചൊല്ലിക്കൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ഇവരുടെ ദാരിദ്ര്യം ഇല്ലാതായി മാറുക? എങ്ങനെയാണ് ഇവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുക? എങ്ങനെയാണ് അവർക്ക് രോഗം വരാതിരിക്കുക? എങ്ങനെയാണ് ദീർഘായുസ് അവർക്ക് ലഭിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൗഹീദിന് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. മക്ബറകളോട് തേടാനാണ് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നിരന്തരമായി റബ്ബിനോട് മാത്രം തേടാൻ പറയുമ്പോൾ അല്ലാഹുവല്ലാത്ത അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും ശുഹദാക്കളോടും ഒക്കെ തേടാനാണ് ഒരു വിഭാഗം ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശിർക്കിന്റെ ഒരു കണിക വിശ്വാസത്തിലേക്ക്, ആചാരത്തിലേക്ക്, കർമ്മത്തിലേക്ക് കടന്നു വന്നാൽ എല്ലാ നന്മകളെയും തകർക്കപ്പെടുമെന്ന് പ്രമാണങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള, നമ്മുടെ അടുത്തു താമസിക്കുന്ന ഒരുപാട് ഈ പ്രമാണങ്ങളെ കുറിച്ച് അടുത്ത ബന്ധമില്ലാത്ത, ചരിത്രബോധമില്ലാത്ത, വളരെ കുറഞ്ഞ അറിവുകൾ മാത്രമുള്ള ഒരുപാട് സാധുക്കളായ സാധാരണക്കാരായ ആളുകളുണ്ട്. അവർക്ക് തൗഹീദിന്റെ വെളിച്ചം കൃത്യമായി പകർന്നു കൊടുക്കേണ്ട,
എങ്ങനെയാണ് ബദരീകളെ സ്നേഹിക്കേണ്ടത് എന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ ആശയത്തെ ഹൃദയത്തോട് ചോർത്തു പിടിക്കുകയും അത് മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകളിലേക്ക് പ്രാർത്ഥനയോടെ ആത്മാർത്ഥമായി അവരിലേക്ക് തൗഹീദിന്റെ വെളിച്ചം പകർന്നു നൽകുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റയ്യാൻ കവാടത്തിലൂടെ സ്വർഗ്ഗലോകത്തേക്ക് പ്രവേശിക്കാൻ തൗഫീഖ് ലഭിക്കുന്ന യഥാർത്ഥ നോമ്പുകാരുടെ ഗണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. واخر دعوانا ان الحمد لله رب العالمين. والسلام عليكم ورحمه الله.